മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ സിനിമയിലെത്തിയ ദുൽഖർ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് തൻ്റെതായ ഇരിപ്പിടം സ്വന്തമാക്കി. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായകന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. പാൻ ഇന്ത്യൻ താരമായ ദുൽഖറിന്റെ കിരീടത്തിൽ ഒരു പുൻതോവലാണ് ലോക എന്ന സിനിമ. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ നായികയെത്തിയ മലയാളത്തിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ ചിത്രമായ ലോക പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ്. പലരും ഈ സിനിമ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ദുൽഖർ ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി തുറന്നിടുന്ന ഈ ചിത്രം നിർമ്മിക്കാൻ ദുൽഖർ സൽമാൻ ദീർഘവീക്ഷണമുള്ള നിർമ്മാതാവിന് കഴിയുകയും ചെയ്തു. ഇപ്പോഴത്തെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ നിർമ്മിക്കാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിക്കുകയാണ് ബോളിവുഡ് എവർഗ്രീൻ സ്റ്റാർ അനിൽ കപൂർ. ദ ഓണേഴ്സ് സെലിബ്രേറ്റിംഗ് എക്സലൻസ് പ്രോഗ്രാമിൽ വെച്ചാണ് അനിൽ കപൂർ ഇക്കാര്യം ദുൽഖറിനോട് ചോദിച്ചത്. ദുൽഖർ, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? നിങ്ങൾ ഒരു മികച്ച നടനാണ്, ഇതിഹാസ താരം മമ്മൂട്ടിയുടെ മകൻ കൂടിയാണ്. എന്നാൽ അനിൽ കപൂർ ചോദിച്ചു തുടങ്ങി. ഒരിക്കലുമല്ല സാർ, ഞാൻ ചോദിക്കൂ എന്നായിരുന്നു ദുൽഖർ. ഈ സിനിമയിൽ നിർമ്മിച്ച അനുഭവം എങ്ങനെയായിരുന്നു? നിർമ്മാണം എന്നത് താങ്ക്സ്ലെറ്റായ ഒരു പണിയല്ലല്ലോ. ഈ സിനിമയുടെ കഥയും തിരക്കഥയും ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ എന്താണ് തോന്നിയത്? ഇതിൽ പണം മുടക്കാൻ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത് എന്നായിരുന്നു അനിൽ കപൂറിന്റെ ചോദ്യം. ചോദ്യത്തിന് നന്ദി സാർ. മറ്റ് എന്തിനേക്കാളും ഉപരി ഫോമോ കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് തോന്നുന്നു. ലോകയുടെ DOP നിമിഷും ഡൊമിനിക്കും എൻ്റെ മറ്റൊരു സിനിമയുടെ സെറ്റിൽ വെച്ച് എപ്പോഴും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. പല നിർമ്മാതാക്കളെയും സമീപിച്ച് കാര്യം പറയുമായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ? എനിക്കും ഈ സിനിമ നിർമ്മിക്കാൻ കഴിയില്ലേ എന്ന്. ഇതൊരു മികച്ച ആശയമാണെന്ന്, ഒരു വലിയ ഫ്രാഞ്ചൈസിയായി മാറാൻ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ വിജയത്തിൽ പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇത് ഇത്ര വലിയ വിജയമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ ഓരോ സിനിമയും വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളും ഓരോ ആശയത്തെയും വിശ്വസിക്കുന്നു. ചിലത് വിജയിക്കും, ചിലത് വിജയിക്കില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു. ഈ ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്നാണ് ദുൽഖർ ഇതിനുള്ള മറുപടി പറഞ്ഞത്.